ഷിജോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഇന്നലത്തെ എപ്പിസോഡ് വന്നപ്പോൾ ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നല്ല രീതിയിലുള്ള സന്തോഷം ഉണ്ടായിട്ടുണ്ടാകും. കാരണം ലാലേട്ടൻ്റെ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഓൺ ഫയർ ആയിരുന്നു. ആ വീട്ടിൽ എല്ലാവരെയും ഒരാളെ വെറുതെ വിടാതെ നല്ല രീതിയിൽ കണക്കിന് കൊടുത്തിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരുന്നു ഒരു എപ്പിസോഡിൽ. ആദ്യം തന്നെ പേഴ്സണൽ സ്പേസിനെ പറ്റിയിട്ടും ആ ഒരു റോക്കി സിജോയുടെ പ്രശ്നത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ സ്പേസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. കാരണം അത് അവിടെ അനിവാര്യമായൊരു കാര്യമാണ് എന്നുള്ളത് തന്നെ പറഞ്ഞു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളത് തന്നെ കുടുംബാംഗങ്ങളെ വെച്ച് തന്നെ ലാലേട്ടൻ പറഞ്ഞു കാണിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിജോയുടെയും റോക്കിയുടെയും ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും, ആ ഫൈറ്റ് സീക്വൻസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് അതിനെ എങ്ങനെ എടുത്തു എന്നുള്ളതും സിജോയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട് ആരും ബോധേഡ് ആവാത്തതിൻ്റെ കാര്യകാരണ സഹിതം ആ വീട്ടിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അതൊരു വലിയൊരു കാര്യമാക്കി തന്നെ ലാലേട്ടൻ അവിടെ പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 21 ഡേ 20. ആ വീട്ടിലിപ്പോൾ ഉള്ളത് 14 പേരാണ്. 14 പേരെ കൊണ്ടിട്ടാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. സിജോയുടെയും റോക്കിയുടെയും ആ ഒരു ഫൈറ്റ് സീൻ കാണിച്ചു കൊടുത്തതിന് ശേഷം പലരുടെയും അഭിപ്രായം ആ വീട്ടിൽ മാറുന്നത് കാണുന്നുണ്ടായിരുന്നു. അതുവരെ എല്ലാവരെയും ഈ ഒരു വിക്ടിമിനെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നതിന് പകരം ഈ ഒരു ആക്ഷൻ ചെയ്ത ആളെ പറ്റിയിട്ട് വളരെ പൊക്കി പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ നേരെ തിരിച്ചു മറിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സിജോയെ ആ ഒരു സമയത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു, എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിനു മുമ്പ് ലാലേട്ടൻ ചോദിച്ചു, ഇതുവരെ എന്തുകൊണ്ടിട്ട് 4 ദിവസം 5 ദിവസം ആയിട്ടും സിജോയെ പറ്റിയിട്ട് ഒരക്ഷരം ആരും അന്വേഷിക്കാത്തത് എന്തേ അത് അയാൾ ഇത്ര ദിവസമായിട്ട് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ആരും തിരക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അതിനൊരു കുറേ ഒരു ന്യായമില്ലാത്ത രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് ആ വീട്ടിലുള്ളവരൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ലാസ്റ്റത്തെ നമ്മുടെ എപ്പിസോഡിൽ തന്നെ ഞാനാണെങ്കിലും സംസാരിച്ചപ്പോൾ എനിക്കാണെങ്കിലും ഫീൽ ചെയ്തൊരു കാര്യമാണത്. സിജോയെ പറ്റിയിട്ട് എല്ലാവരും ആ വീട്ടിൽ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ സംസാരിക്കുമ്പം സിജോയുടെ റീ എൻട്രിയെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ്. ആ വീട്ടിൽ ആരും അയാളെ പറ്റി അന്വേഷിക്കുന്നില്ല, അയാളെ മൊത്തമായി മറന്നുപോയി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു മത്സരാർത്ഥിയെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അവിടെയുള്ള ആളുകളുടെയൊക്കെ റെസ്പോൺസ്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ലാലേട്ടൻ എടുത്തിട്ട് ചോദിച്ചു, എല്ലാവരും എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യത്വരഹിതമായ പെരുമാറ്റം തന്നെയാണെന്ന് ലാലേട്ടൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. അതുപോലെ സിജോ അവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. സിജോ വന്ന സമയത്ത് കാണുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സിജോ വീക്കായിട്ടൊന്നും അല്ല നിൽക്കുന്നത്, സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അങ്ങനത്തെ ഇതിൽ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിജോ സംസാരിക്കുന്നത്. എങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമുക്കൊരു വിഷമം വരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അത്രയും ഡ്രീംസോട് കൂടിയായിരിക്കും ഈ സിജോയും ആ വീട്ടിൽ വന്നിട്ടുണ്ടാവുക. തൻ്റേതല്ലാത്തൊരു കാരണത്താലാണ് സിജോയ്ക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. 2 ആഴ്ചത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റിന് ശേഷം അയാൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിൽ ബിഗ് ബോസോ ലാലേട്ടനോ ഒരു കൺഫർമേഷനും തന്നിട്ടില്ല. എങ്കിൽ പോലും ലാലേട്ടൻ്റെ പല ഡയലോഗ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് സിജോ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സിജോ ആ വീട്ടിൽ സിജോ ചെയ്ത കാര്യം പ്രവോക്ക് ചെയ്തു എന്ന് പറയുന്നത് അത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ്. ബിഗ് ബോസ് ഗെയിം തന്നെയാണത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം നമുക്ക് 2 രീതിയിൽ കളിക്കാം, നല്ല രീതിയിലും മോശമായിട്ടൊക്കെ കളിക്കാം. അത് എങ്ങനെ വേണം എന്നുള്ള കാരണം മറ്റുള്ളവരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നൊരു ഷോയാണിത്. ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എത്ര പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും പ്രവോക്ഡ് ആവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പ്രവോക്ക് ചെയ്യുക എന്നുള്ളത് മറ്റുള്ള കണ്ടസ്റ്റന്റുകളുടെ ഗെയിമാണ്. പക്ഷേ ഈ ഒരു കാര്യം സംസാരിച്ച് സിജോയുടെ ഈ ഒരു പ്രശ്നത്തെ പറ്റി ലാലേട്ടൻ സംസാരിച്ച് എല്ലാവരും ശകാരിച്ചതിന് ശേഷവും ജിൻഡോ ലാലേട്ടൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അതിനെ എടുത്തിട്ട് ഒരു ഗെയിം ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടായി. ജിൻഡോയുടെ കുബുദ്ധിയെ പറ്റിയിട്ട് ആ വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, വാ തുറത്താൽ കള്ളം മാത്രമേ ജിൻഡോ ചേട്ടൻ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ജിൻഡോ അവിടെ പക്കായിട്ടൊരു ഗെയിം തന്നെയാണ് കളിച്ചിട്ടുള്ളത് ആ ഒരു ടൈമിൽ പോലും. അതുപോലെ ഈ ഒരു പവർ റൂം
മെമ്പേഴ്സിൻ്റെ കോർട്ട് റൂമിൽ കയറ്റി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടിട്ട് ആ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിനുള്ള എക്സ്പ്ലനേഷൻസ് ചോദിക്കാനുമുള്ള ഒരു സാഹചര്യം ബിഗ് ബോസ് ഒരുക്കി കൊടുക്കുകയുണ്ടായി. അതുവഴി പലരും പലരുടെ മനസ്സിലുള്ള ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പോലും ആ ഒരു ടൈമിൽ കാണിക്കുകയുണ്ടായി. അതിനുശേഷം ജിൻഡോയുടെ കള്ളക്കളികൾ, ആ വീട്ടിൽ ജിൻഡോ ചെയ്തു വെച്ചതൊക്കെ ഉറങ്ങുന്നത് അടക്കം, ഉറങ്ങിയ സമയത്ത് ജിൻഡോ അതിനെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സമ്മതിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ആ ഒരു കള്ളക്കളികളൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ബിഗ് ബോസ് ഇറക്കുകയുണ്ടായി. അത് എല്ലാവർക്കും അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പക്ക നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജിൻഡോ പറയുകയുണ്ടായി. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അടക്കം ആ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായത്. നല്ലൊരു അടിപൊളി എഡിറ്റിംഗ് വീഡിയോ തന്നെയായിരുന്നു. അത് കണ്ട ആ വീട്ടിലുള്ളവർക്ക് തന്നെ വളരെ സന്തോഷമായി. കാരണം അവർ ആഗ്രഹിച്ച കാര്യമാണ്, അവർക്കിത് അറിയണമെന്നുണ്ടായിരുന്നു. ജിൻഡോ അത്രയ്ക്ക് കള്ളത്തിന് മേൽ കള്ളം ആ വീട്ടിൽ അതിൻ്റെ പേരിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജാസ്മിനോട് മയക്ക് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാണിംഗ് തന്നതാണ് എന്നുള്ള രീതിയിലുള്ള ജാസ്മിൻ്റെ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. ജാസ്മിൻ അതിൽ കുറച്ച് മെൻ്റലി കുറച്ച് വീക്കായി ഇരിക്കേണ്ടത്. അതുപോലെ ജാസ്മിൻ്റെ ഒരു ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി കാണിച്ചു. അപ്പോൾ ജാസ്മിൻ കുറച്ചും കൂടെ ഒരു മെൻ്റലി ഡൗൺ ആയിരുന്ന് കരയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ മുമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണെങ്കിലും പുറത്തുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് ജാസ്മിൻ കരയുന്നത്. അത് ജാസ്മിനും പറയുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഇത്രയും നാൾ ജാസ്മിൻ ചെയ്തു വെച്ചത് കാണുമ്പം പുറത്തുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്നല്ല, ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് ഓർത്തിട്ടാണ് ജാസ്മിൻ കരയുകയുണ്ടായത്. അതിനുശേഷം 2 പേര് ഈ ആഴ്ച പുറത്ത് പോയത് കൊണ്ടിട്ട് എവിക്ഷൻ പ്രോസസ്സ് നമ്മൾ റദ്ദാക്കുകയാണ്, എവിക്ഷൻ ഈ ആഴ്ച ഇല്ല എന്ന് പറയുമ്പോഴുള്ള ആ വീട്ടിലെ ആളുകളുടെയൊക്കെ ഒരു സന്തോഷ ആഹ്ലാദ പ്രകടനം കാണുകയുണ്ടായി. പക്ഷെ അവിടെ ലാലേട്ടൻ പറഞ്ഞു 2 പേര് പുറത്ത് പോയത് കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ സന്തോഷിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അത് വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കും തോന്നുകയുണ്ടായിരുന്നു. പലരെയും ആ വീട്ടിൽ ലാലേട്ടൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പം അത് അവരെ ഇമോഷണലി വീക്കാക്കാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ താറടിക്കാൻ വേണ്ടിയിട്ടാണെന്നോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. ശരിക്കും ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വീക്ക് ആ വീട്ടിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഒന്നും ചെയ്യാത്തവരോട് ലാലേട്ടൻ ഒന്നും ചോദിക്കാനുമില്ല, ഒന്നും പറയാനുമില്ല. കാരണം അവരവിടെ 0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനപ്പുറം ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരോടാണ് ലാലേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനും പറക്കാനും സംസാരിക്കാനും ഉള്ളത്. അത് അവർക്കുള്ള ഒരു ക്ലൂ തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു ക്ലൂ തന്നെയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അവസാനമായിട്ട് ലാലേട്ടൻ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിലുണ്ട് എന്നുള്ള ഇതിൽ അനൗൺസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് എന്ത് രീതിയിലാണ് വരിക, എന്തൊക്കെ ട്വിസ്റ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സർപ്രൈസസ് ആണ് ആ ഒരു ഈസ്റ്റർ സ്പെഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരിക എന്നറിയില്ല. എന്തായാലും അതിനു വേണ്ടി കാത്തിരുന്ന് കാണാം.